കിഫ്ബിയുമായി ബന്ധപ്പെട്ട് സർക്കാർ മുന്നോട്ട് വെക്കുന്ന വാദം സ്വീകാര്യമല്ലെന്ന് വീണ്ടും സിയാൻ രേജി. കിഫ്ബിയുടെ കടമെടുപ്പ് ബജറ്റിന് പുറത്തെ കടമെടുപ്പല്ല എന്ന സർക്കാർ വാദമാണ് തള്ളിയത്. സ്വന്തം വരുമാനം മാറ്റിയാണ് കിഫ്ബി ബാധ്യതകൾ സർക്കാർ തീർക്കുന്നതെന്നും സിയാൻ രേജി റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ ഗുരുതര പരാമർശങ്ങളാണ് സിയാൻ രേജി റിപ്പോർട്ടിലുള്ളത്. അർഹതയില്ലാത്തവർക്കടക്കം പരിധിയില്ലാത്ത സർക്കാർ ഭൂമി പതിച്ചു നൽകിയെന്നും സി എ ജി റിപ്പോർട്ട് പറയുന്നുണ്ട്. കെ ആർ സാജു വിവരങ്ങളുമായി തിരുവനന്തപുരത്തും. സാജു, സി എ ജിയുടെ വിമർശനം എന്താണ്? നിഷാദെ, സി എ ജിയുടെ 2022 മാർച്ചിൽ അവസാനിച്ച വർഷത്തേക്കുള്ള സംസ്ഥാന സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ഓഡിറ്റ് റിപ്പോർട്ടും അനുവർത്തന ഓഡിറ്റ് റിപ്പോർട്ടുമാണ് ഇന്ന് നിയമസഭയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതിലാണ് കിഫ്ബിയുമായി ബന്ധപ്പെട്ട് വീണ്ടും ഗുരുതരമായ പരാമർശങ്ങൾ നടത്തുന്നത്. കിഫ്ബിക്ക് സ്വന്തമായി വരുമാനമില്ലാത്തതിനാലും സംസ്ഥാന സർക്കാർ എല്ലാ വർഷവും ബജറ്റിലൂടെ സ്വന്തം വരുമാനം മാറ്റി കിഫ്ബിയുടെ കടബാധ്യതകൾ തീർക്കുന്നതിനാലും സർക്കാരിന്റെ കിഫ്ബിയുടെ കടമെടുപ്പ് സംബന്ധിച്ച വാദം സ്വീകാര്യമല്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് കേരള സർക്കാർ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് സി എ ജിക്ക് നൽകിയ മറുപടി അത് ഓഫ് ബജറ്റ് കടമെടുപ്പുകളല്ല എന്നുള്ള വാദമായിരുന്നു ഉന്നയിച്ചിരുന്നത്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല, ഇതിന്റെ ബാധ്യത മുഴുവൻ സംസ്ഥാന സർക്കാരിനാണ് എന്ന് പറയുന്നു. സമാനമായ രീതിയിൽ തന്നെ കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന ക്ഷേമ പെൻഷൻ നൽകാനായി രൂപീകരിച്ച കമ്പനിക്കെതിരെയും ഇത്തവണയും പരാമർശമുണ്ട്. ഇതിന്റെ കുടിശ്ശികയും സർക്കാരിന് ഒരു അധിക ബാധ്യതയാണ്. 11,206 കോടി രൂപയുടെ അധിക ബാധ്യത ആ കമ്പനി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ന പരാമർശമാണ് സി എ ജി നടത്തുന്നത്. ബജറ്റിന് പുറത്ത് കടം വാങ്ങൽ വെളിപ്പെടുത്താത്തത് മൂലം നിയമസഭയുടെ പൊതു സാമ്പത്തിക മാനേജ്മെന്റ് മേൽനോട്ടം എന്നീ ഉത്തരവാദിത്തങ്ങളിൽ സർക്കാർ വെള്ളം ചേർക്കുന്ന ഫലമുണ്ടാക്കിയിരിക്കുന്നതായി സി എ ജി റിപ്പോർട്ട് നിരീക്ഷിക്കുന്നു. സർക്കാരിന്റെ തന്ത്രപ്രധാനമായ അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് വേണ്ട പ്രധാന സാമ്പത്തിക സ്രോതസ്സിനെ നിയമസഭയുടെ നിയന്ത്രണത്തിന് അതീതമാക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് കിഫ്ബിയെയും പെൻഷൻ കമ്പനിയെയും കുറിച്ച് നടത്തുന്ന സിയാൻ രേജി നടത്തുന്ന ഗുരുതരമായ പരാമർശം. മറ്റൊന്ന്, ഭൂമി പതിച്ചു നൽകലിൽ ഗുരുതര ക്രമക്കേടുകളാണ് സിയാൻ രേജി നിരത്തുന്നത്. അനർഹർക്ക് ഭൂമി പതിച്ചു നൽകി, വിപണി വില ഈടാക്കിയില്ല, പതിച്ചു നൽകിയ ഭൂമി വാണിജ്യ ആവശ്യങ്ങൾക്ക് പോലും ഉപയോഗിച്ചു, പാട്ടക്കരാറും പാട്ടത്തുകയും സമയോചിതമായി വർദ്ധിപ്പിക്കാത്തത് സർക്കാരിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി, പാട്ടഭൂമിയുടെ അനധികൃത വിൽപ്പനകൾ തടയാൻ നടപടിയെടുത്തില്ല, പാട്ടഭൂമി നിർബന്ധമായി രജിസ്റ്റർ ചെയ്യണമെന്ന നിർദ്ദേശം നടപ്പിലാക്കപ്പെട്ടില്ല, തലസ്ഥാനത്തെ 2 ക്ലബ്ബുകൾക്ക് മാത്രം പാട്ടത്തുക ഒഴിവാക്കിയതിലൂടെ 29 കോടിയുടെ നഷ്ടമുണ്ടായതായി സിയാൻ രേജി പറയുന്നു. അതുപോലെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾക്ക് കൂടി, ഗുരുതരമായ പരാമർശങ്ങൾ കൂടി റിപ്പോർട്ടിലുണ്ട്. സാമ്പത്തിക ഉത്തരവാദിത്ത നിയമങ്ങളിലെ ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നാണ് കുറ്റപ്പെടുത്തുന്നത്. ധനക്കമ്മിയും GSDP അനുപാതവും തമ്മിലുള്ള വ്യത്യാസം കൂടി, മൊത്തം കടത്തിന്റെ GSDPയുമായുള്ള ശതമാനവും കൂടിയിട്ടുണ്ട്. 2017-2018 55.96% നികുതി വരുമാനം ഉണ്ടായിരുന്നത് 2021-22 50.02% കുറഞ്ഞു. ഇതിന് കാരണം കോവിഡ് കാലത്തെ ശോചനീയമായ നികുതി പിരിവാണെന്ന് പറയുന്നു. GST നഷ്ടപരിഹാരത്തിന് കിട്ടിയ ബാക്ക് ടു ബാക്ക് ലോൺ കടമായി സർക്കാർ പരിഗണിച്ചില്ല. റവന്യൂ വരുമാനത്തിന്റെ 19.98% പലിശയ്ക്കായി വിനിയോഗിക്കപ്പെടുന്നതും ആശങ്കാജനകമാണെന്നും സിയാൻ രേജി റിപ്പോർട്ട് പറയുന്നു. നിഷാദ്. ശരി, കെ ആർ സാജു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാന സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്ന പല വാദങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകിയ വിശദീകരണം സിയാൻ രേജി ആവർത്തിച്ച് തള്ളിക്കളയുകയാണ്.